ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വെറൈറ്റി ഫുഡ് ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെയൊക്കെ വീട്ടിൽ മീൻ പൊരിക്കാനായിട്ട് നമ്മൾ പുരട്ടി വയ്ക്കാറുണ്ട്. എണ്ണയിലിട്ട് പൊരിക്കാതെ തന്നെ വേറൊരു പരിപാടിയുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ആ ഒരു മൺചട്ടിയിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഇതുപോലെ ഒരു പാത്രം കമഴ്ത്തി വെച്ചു. പാത്രം കമഴ്ത്തി വെക്കുന്നതിനെക്കാട്ടും നല്ലത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ പാത്രം നിറച്ച് വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയ തട്ടം വെച്ചു കൊടുത്തു. അപ്പോൾ കമഴ്ത്തി വെക്കുന്ന വീഡിയോ ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇതുപോലെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഒരു സവാള അരിഞ്ഞതാണ്, നീളത്തിനാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ പുരട്ടി വെച്ചിരിക്കുന്ന മീന് അല്ലെങ്കിൽ വിരവി വെച്ചിരിക്കുന്ന മീൻ, പല സ്ഥലത്തും പല രീതിയിലാണ് പറയുന്നത്. ഇതുപോലെ വാഴയിലയിൽ വെച്ചു കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് സവാളയും വെച്ചു കൊടുക്കുന്നുണ്ട്. മൂന്ന് കഷ്ണം മാത്രമേ വെച്ച് നോക്കുന്നുള്ളൂ. ഇതൊരു പരീക്ഷണമാണ്. ഇതിൽ ആവശ്യത്തിന് മുളകും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുണ്ട്. വാഴയില വേണമെങ്കിൽ വാട്ടിയെടുക്കാം. ഇത് ഞാൻ വാട്ടാതെയാണ് വാഴയില വെച്ചിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാള, നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഒരു സവാള വരും, അതും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ടൊമാറ്റോ വട്ടത്തിലരിഞ്ഞതും ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ പൊരിക്കാൻ വെച്ചിരിക്കുന്ന മീനിന് ധാരാളം വെളിച്ചെണ്ണ ഉപയോഗിച്ചായിരിക്കും പൊരിച്ചെടുക്കുന്നത്. അതിനേക്കാൾ നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണയുടെ ഉപയോഗവും കുറയ്ക്കാം. കുറച്ച് കറിവേപ്പിലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണത്. ഇനി വാഴയില ഇതുപോലെ മടക്കിയെടുത്ത് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തു. ഞാനിത് ചട്ടിയിലാണ് വെച്ചു കൊടുക്കുന്നത്. ഇത് ഇഡലി തട്ടിലും വച്ച് റെഡിയാക്കി എടുക്കാം. കുറച്ചു നേരം ഇതുപോലെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള മീൻ അവിച്ചത് റെഡിയായി കഴിഞ്ഞു.